ഹായ്, സൈലം ടീച്ചിങ് എക്സാംസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ എക്സാംസ് എല്ലാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യം വൊക്കാബുലറി സെക്ഷൻ ആണല്ലേ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഗ്രാമർ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ പോലും ഗ്രാമർ ഒരുവിധം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമ്മളിലുണ്ടാവും. അതേ സമയത്ത് വൊക്കാബുലറി പാർട്ട് വരുമ്പോഴാണ് നമ്മൾ കുറച്ചൊന്ന് പരിഭ്രമിച്ചു പോകുന്നത്. കാരണം എത്ര പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ പഠിച്ചതായിരിക്കില്ല വരുന്നത്, അല്ലെങ്കിൽ എത്ര പഠിച്ചാലും മറന്നു പോകുന്ന സംഗതികളായിരിക്കും. അങ്ങനെയുള്ള കുറേ വൊക്കാബുലറി ടോപ്പിക്സ് നമുക്കുണ്ടല്ലേ. സിനോണിം, അന്റോണിം, അതുപോലെ തന്നെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ നമുക്ക് ഒരുപാട് വൊക്കാബുലറി സെക്ഷൻ ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ നമുക്ക് വരാവുന്നതാണ്, ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അങ്ങനെ വരുന്ന വൊക്കാബുലറി സെക്ഷനിൽ നിന്നും നിങ്ങൾ അത്ര കണ്ട് ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഭാഗം, എന്നാൽ പഠിക്കാനുണ്ട് താനും, അങ്ങനെയുള്ളൊരു ഭാഗമാണ് ഫോറിൻ വേർഡ്സ് എന്നുള്ളത്. നമ്മുടെ കേട്ടിട്ട് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വരുമോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല, എന്നാൽ വരത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമുക്ക് സാധ്യതയുള്ള ഒരു സാധനമാണ് ഫോറിൻ വേർഡ്സ് എന്ന് പറഞ്ഞൊരു പാർട്ട്. അപ്പൊ അതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരുപാട് തവണ PSC പല പരീക്ഷകളൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഫോറിൻ വേർഡ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കുറച്ചെണ്ണമേ ഉള്ളൂ, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. അതിൽ പലതും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതൊക്കെയാണ്. സോ അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏതാണ്, അബിൻഷ്യായ്. ഈ ഫോറിൻ വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളുക, നമുക്ക് ഫോറിൻ അല്ല, ഇംഗ്ലീഷുകാരന് ഫോറിൻ ആയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ രീതിയിൽ പറയുന്നതിൽ നിന്നും കുറച്ച് ഫ്രഞ്ച്, ലാറ്റിൻ പോലെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊനൗൺസിയേഷനിലും ഒരിത്തിരി വ്യത്യാസം, നമ്മൾ നോർമൽ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ABINITIO, അബിൻഷ്യായ് എന്നാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അബിൻഷ്യായ്. അബിൻഷ്യായ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കേൾക്കുമ്പോഴേ അറിയാം, അതില് ഇൻഷ്യായ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പരിചയമുള്ള ഒരു വേർഡിനോട് അവിടെ ഒരു സാദൃശ്യം വരുന്നുണ്ട്, ഇനിഷ്യൽ അല്ലെ. എന്താണ് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ അല്ലെ, തുടക്കമേ എന്നുള്ള മീനിങ് ആണ് നമുക്ക് ഇനിഷ്യലിൽ കിട്ടുന്നത്. സോ ആ ഒരു മീനിങ്ങുമായിട്ട് തന്നെ ഓർത്തോണ്ടിരിക്കുക. അപ്പൊ അബിൻഷ്യായ് എന്നുള്ള വേർഡ്, ഫോറിൻ വേർഡിന്റെ മീനിങ്ങും എന്ത് തന്നെയാണ്, ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ എന്ന് തന്നെയാണ് എന്തിൻ്റെയും അർത്ഥം. അബിൻഷ്യായുടെയും മീനിങ് തുടക്കം മുതൽ, ഫ്രം ദ ബിഗിനിങ് എന്ന് തന്നെയാണ്. ഓക്കെ, അടുത്ത വേർഡ് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്, ADHOC, ആഡ് ഹോക്ക്. നമ്മൾ വായിക്കുന്നത് ആഡ് ഹോക്ക് എന്നാണ്. ആഡ് ഹോക്ക് എന്നുള്ളതും നമുക്ക് പരിചിതമായിട്ടുള്ള വേർഡാണ്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആഡ് ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ആഡ് ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത്? ഫോർ എ സ്പെഷ്യൽ പേർപ്പസ് എന്നാണ് ഈ ആഡ് ഹോക്ക് എന്നുള്ള ഫോറിൻ വേർഡിന്റെ അർത്ഥം. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിന് വേണ്ടി, സന്ദർഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന, ഒരു പ്രത്യേക ഒക്കേഷന് വേണ്ടി, പേർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്ന കമ്മിറ്റി എന്നാണ് ആഡ് ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ ആഡ് ഹോക്ക് എന്ന് പറഞ്ഞാൽ ഫോർ എ സ്പെഷ്യൽ പേർപ്പസ് എന്നുള്ളതാണ് മീനിങ്. അടുത്തതാണ് ആഡ് ഇൻഫിനോയിറ്റം. അത് നമ്മൾ വായിക്കുന്നത് ആഡ് ഇൻഫിനോയിറ്റം എന്നാണ്. അത് വായിക്കുമ്പോഴും നമുക്ക് പരിചയമുള്ള ഒരു വേർഡ് വരുന്നുണ്ട്, ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് ഇല്ലാതെ, അവസാനമില്ലാതെ പോകുന്ന. സെയിം മീനിങ് ആണ് ഇവിടെയും നമ്മൾ കൊടുത്തിരിക്കുന്നത്, വിത്തൗട്ട് എനി ലിമിറ്റ് അല്ലെങ്കിൽ എൻഡ്ലെസ്. എൻഡ് ഇല്ലാത്തത്, അവസാനമില്ലാത്തത്, ലിമിറ്റ് ഇല്ലാത്തത് എന്നാണ് അർത്ഥം. അത് തന്നെയാണ് ആഡ് ഇൻഫിനോയിറ്റം എന്നുള്ള വാക്കിന്റെയും അർത്ഥം. ഓക്കെ, അടുത്തതാണ് അലാകാട്ടെ. എന്താണ് അലാകാട്ടെ? എ മെനു ഹാവിംഗ് ഇൻഡിവിജ്വൽ ഡിഷസ് ലിസ്റ്റഡ് സെപ്പറേറ്റ്ലി. അതായത് ഓരോ ഡിഷും ഇൻഡിവിജ്വൽ ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെനു. നമ്മൾ നോർമലി ഒരു ഹോട്ടലിൽ ചെല്ലുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ രീതിയിൽ പോകുന്ന ഹോട്ടലുകളിലൊക്കെ, നമ്മൾ സാധാരണ കയറുന്ന ഹോട്ടലുകളിലൊക്കെ എങ്ങനെയാ, നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കും. സോ ഹോട്ടലിലുള്ള സപ്ലയർ എന്ത് ചെയ്യും, നമുക്ക് ഒരു മെനു കാർഡ് കൊണ്ടുതരും അല്ലേ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അതിന് ഓർഡർ കൊടുക്കും.
ആ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, അലാക്കാട്ട് എന്ന് പറയുന്നത്. എന്താണ് അലാക്കാട്ട് എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അല്ലാത്തൊരു രീതിയും കൂടെ ഉണ്ടല്ലോ ഹോട്ടലുകളിൽ, അതിനെയാണ് നമ്മൾ ബഫേ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചിട്ടും ഉണ്ടാകും. ബഫേ ലഞ്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ? BUFFET എന്നാണ് അതിന്റെ സ്പെല്ലിങ്. ബഫേ, ബഫേ എന്നാണ് വായിക്കുന്നത്. ചിലർ ബുഫേ എന്നും പറയാറുണ്ട്. ആക്ച്വലി അത് ബൂമല്ല, ബായുമല്ല, ബ ആണ്. ബഫേ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ബഫേ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഇങ്ങനെ ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാം. നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 4 വേർഡ്സും മീനിങ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ മീനിങ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അടുത്ത വേർഡ് നമുക്ക് നോക്കാം. ആൽമ മാറ്റർ. ഈ 6 സൈലന്റ് ആണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വായിക്കുമ്പോൾ ആൽമ മാറ്റർ എന്നാണ് വായിക്കേണ്ടത്. സോ അവിടെ നമുക്കുണ്ട് എ ഫോർമർ സ്കൂൾ ഓർ കോളേജ് വൺസ് സ്റ്റഡീഡ്. മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അർത്ഥം വ്യക്തമാണ്. അതിന്റെ പൂർവ്വ വിദ്യാലയം എന്ന് നമ്മൾ പറയും അല്ലെ. പഴയ കാലത്ത് എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന സ്കൂള് അല്ലെങ്കിൽ കോളേജ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെയാണ് നമ്മൾ ആൽമ മാറ്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞെഴുതിയിരിക്കുന്ന 2 വേർഡ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഒന്ന് ആലുംനസ് എന്നും ഒന്ന് ആലുംന എന്നുള്ളതുമാണ്. ആലുംനസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്, എ ഫോർമർ മെയിൽ സ്റ്റുഡന്റ് വൺസ് സ്റ്റഡീഡ് വിത്ത്. ഈ പൂർവ്വ വിദ്യാലയത്തിൽ ആൽമ മാറ്ററിൽ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആൺ സുഹൃത്ത്, അതിനെയാണ് നമ്മൾ ആലുംനസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മളുടെ കൂടെ പഠിച്ചിരുന്ന പെൺ സുഹൃത്തിനെ നമ്മൾ എന്ത് പറയും? ആലുംന എന്ന് പറയും. ആലുംനസും അലുംനയും രണ്ടുപേരും എവിടെ പഠിച്ചിരുന്നതാണ്? ആൽമ മാറ്ററിൽ പഠിച്ചിരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഓർത്തു വെക്കാനുള്ള ഒരു ചെറിയൊരു കാര്യം, വളരെ കുഞ്ഞു കാര്യമാണ്. നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ ആൺകുട്ടികൾക്ക് ഇടുന്ന പേരാണ് അല്ലേ? സുരേഷ്, രമേശ്, ഗിരീഷ്, രാജേഷ് എന്നൊക്കെയുള്ളത്. ഇതെല്ലാം അവസാനിക്കുന്നത് ഇഷിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം ആലുംനസ്, അത് അവസാനിക്കുന്നതും ഇസിലാണ്. അതുകൊണ്ട് അതൊരു ആൺകുട്ടിയുടെ, സോ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാം രമ, വനജ, ഗിരിജ, ഹേമ, സുനിത എന്നൊക്കെയുള്ള പേരുകളെല്ലാം ആയിലാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ അവസാനിക്കുന്നത്? ആലുംന. അപ്പൊ ആയിൽ അവസാനിക്കുന്നത് കൊണ്ട് അത് പെൺകുട്ടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥിനി എന്നാണ് പറയുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തതാണ് അമിക്കസ് ക്യൂറിയോ. എന്താണ് അമിക്കസ് ക്യൂറിയോ? അമിക്കസ് ക്യൂറി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ശരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ അമിക്കസ് ക്യൂറിയോ എന്നാണ്. എന്താണ്, നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് അല്ലെ, അമിക്കസ് ക്യൂറി വരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആരാണ് ഈ അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ? അമിക്കസ് ക്യൂറിയോ എന്ന് പറഞ്ഞാൽ എ ഫ്രണ്ട് ഓഫ് ദി കോർട്ട് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ, ഒരു തർക്കം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് കോർട്ടിൽ നിന്നും അയക്കുന്ന ആളാണ് എന്തിനു വേണ്ടിയിട്ട്? ആ ഡിസ്പ്യൂട്ട്, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ട് അയക്കുന്ന ആള്. അപ്പൊ ഒത്തുതീർപ്പാക്കാൻ, പരിഹരിക്കാൻ അയക്കുന്നത് കൊണ്ട് തന്നെ അയാൾ സൗഹൃദപരമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എ ഫ്രണ്ട് ഓഫ് കോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ആമിക്കസ് ക്യൂറിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഫ്രണ്ട് ഓഫ് ദി കോർട്ട് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കാം. ബേക്കേഴ്സ് ഡസൻ. ബേക്കേഴ്സ് ഡസൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വേർഡാണ്. 13 എന്നുള്ള നമ്പറിനെയാണ് നമ്മൾ ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത്. 13 എന്ന നമ്പർ. അവിടെയും നമുക്കറിയാം നമ്മളുടെ ഡസൻ എന്ന് പറയുന്നത് 12 ആണ്. അതിന്റെ കൂടെ ബേക്കറും കൂടെ ചേരുമ്പോൾ എത്രയാകും? 13 ആകും. അങ്ങനെ ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് 13 എന്ന നമ്പറിനെയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ബോണഫിഡേ. ബോണഫൈഡേ എന്നും ബോണഫിഡേ എന്നും 2 രീതിയിലും നമ്മൾ ഇതിനെ വായിക്കാറുണ്ട്. ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്ത്, നല്ല വിശ്വാസത്തിൽ, ശരിയായ വിശ്വാസം, റിയൽ ആയിട്ടുള്ളത്, ജെന്യൂൻ ആയിട്ടുള്ള വിശ്വാസം എന്നൊക്കെയാണ് ബോണഫിഡേ. ഇവിടെ ബോണഫിഡേ അല്ലെങ്കിൽ ബോണഫൈഡേ എന്നുള്ള വേർഡ് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാകുമല്ലോ, അതിൻ്റെ അടിയിലൊക്കെ സർട്ടിഫൈ ചെയ്യുമ്പോൾ സൈൻ ഇട്ടേക്കുന്നതിൻ്റെ അവിടെ കാണാം നിങ്ങൾക്ക് ബോണഫിഡേ എന്ന് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസത്തോടു കൂടി എന്നുള്ളതാണ് അർത്ഥം. റിയൽ ആണ്, ഇത് ജെന്യൂൻ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ബോണഫിഡേ. ഈ ബോണഫിഡേ പഠിക്കുമ്പോൾ തന്നെ ഗുഡ് ഫെയ്ത്ത് എന്നുള്ളത് പഠിക്കുമ്പം നിങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്ന മറ്റൊരു ഫോറിൻ വേർഡാണ് മാലഫിഡേ.
മാലഫിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻ ബാഡ് ഫെയ്ത്ത്. ഇൻ ബാഡ് ഫെയ്ത്ത് എന്നുള്ളതാണ് മാലഫിഡയുടെ മീനിങ്. ഓക്കെ, അടുത്തത് നോക്കാം. വിസാവി, VISAVIS, പക്ഷെ അതിനെ വായിക്കുന്നത് വിസാവി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്, നേരെ അഭിമുഖമായിട്ട്, മുഖത്തോട് മുഖം, മുഖാമുഖം എന്നൊക്കെയുള്ള മീനിങ് ആണ് കിട്ടുന്നത് വിസാവി, ഫേസ് ടു ഫേസ്. നെക്സ്റ്റ് ഓൾറെഡി നിങ്ങൾക്കറിയാം വൈസി വേഴ്സ. വൈസ് വേഴ്സ എന്നുള്ളത് നിങ്ങൾക്കറിയാം. വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എന്താണ്, ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ഇപ്പം ചേഞ്ച് ദിസ് സെന്റൻസ് ഇൻ ടു ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആൻഡ് വൈസ് വേഴ്സ എന്ന് പറയും അല്ലേ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആക്കുക, നേരെ തിരിച്ചും റിവേഴ്സ് ആയിട്ടും. ഇപ്പൊ ചെയ്തത് എന്താണോ അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണോ അതിന്റെ നേരെ തിരിച്ച്, റിവേഴ്സ്ഡ് എന്നുള്ള മീനിങ് ആണ് നമ്മൾ എന്തിനു കൊടുക്കുന്നത്, വൈസ് വേഴ്സയ്ക്ക് കൊടുക്കുന്നത്. വൈസ് വേഴ്സ. ഓക്കെ, അടുത്തത് നോക്കിയാലോ. നെക്സ്റ്റ് നമ്മുടെ വേർഡാണ് മാഗ്നം ഓപ്പസ്. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള വേർഡ്സ് ആയിരിക്കും, ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുള്ള വേർഡ്സ് ആണ് ഇതെല്ലാം. മാഗ്നം ഓപ്പസ്. എന്താണ് മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ? മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിനെ തിരിച്ചും നമ്മൾ പറയാറുണ്ട് ഓപ്പസ് മാഗ്നം. ആ ഒരു വേർഡിലും അതിനെ അറിയപ്പെടാറുണ്ട്. ഒന്നെങ്കിൽ മാഗ്നം ഓപ്പസ് അല്ലെങ്കിൽ ഓപ്പസ് മാഗ്നം, രണ്ട് രീതിയിലും അറിയപ്പെടാറുണ്ട്. എന്താണ്? എ ഗ്രേറ്റ് വർക്ക്, മഹത്തായ സൃഷ്ടി, ഒരാളുടെ മാസ്റ്റർ പീസ് എന്നൊക്കെ പറയും അല്ലെ. അയാളുടെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്, മാസ്റ്റർ പീസ് എന്നൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നത്. അതിനെയാണ് നമ്മൾ മാഗ്നം ഓപ്പസ് അല്ലെങ്കിൽ ഓപ്പസ് മാഗ്നം എന്നും ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത വേർഡാണ് ഏതാണ്? വൈവാ വോസി. വൈവാ വോസി. വൈവാ വോസി. വൈസ് വേഴ്സ ആണ് നേരത്തെ പറഞ്ഞത്, ഇത് വൈവാ വോസി. വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? റിവേഴ്സ്ഡ് ആന്ന് പറഞ്ഞു, വൈസ് വേഴ്സ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈവാ വോസി ആണ്. വൈവാ വോസി എന്ന് പറഞ്ഞാൽ, ഈ വൈവ എന്നുള്ള വേർഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. നമ്മൾ വൈവയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഓറൽ ആയിട്ടുള്ള ഇന്റർവ്യൂവിന് പോകുന്നു എന്നാണ് അർത്ഥം. അത് തന്നെയാണ് വൈവാ വോസിയുടെയും അർത്ഥം. എന്താണ്? ഓറലി എന്നാണ്. എന്താണ്? നമ്മളുടെ ഓറൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ, അതിനെയാണ് നമ്മൾ വൈവാ വോസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡസ് ഓപ്പറാൻഡൈ. മോഡസ് ഓപ്പറാൻഡൈ. മോഡസ് ഓപ്പറാൻഡി എന്നല്ല അതിനെ വായിക്കേണ്ടത്, മോഡസ് ഓപ്പറാൻഡൈ എന്നാണ്. അതിന്റെ അർത്ഥം മോഡ് ഓഫ് ഓപ്പറേഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന രീതി, നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് ചെയ്യുന്ന രീതി എന്താണ്, എന്താണ് അതിന്റെ അജണ്ട, അതിനെയാണ് നമ്മൾ മോഡസ് ഓപ്പറാൻഡൈ. വാട്ട് ഈസ് ദ മോഡസ് ഓപ്പറാൻഡൈ ഫോർ ദിസ് എന്താണ് പ്രോജക്റ്റ്? ഈ പ്രോജക്റ്റിന്റെ മോഡസ് ഓപ്പറാൻഡൈ എന്താണ്, ഈ പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മോഡസ് ഓപ്പറാൻഡൈ, മോഡ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, അടുത്തതാണ് പ്രൈമ ഫേഷി. FACIE, അതിനെ നമ്മൾ വായിക്കുന്നത് ഫേഷി എന്നാണ്. പ്രൈം ഓഫ് ഏഷി. പ്രൈമ ഫേഷി എന്ന് പറഞ്ഞാൽ അറ്റ് ദ ഫസ്റ്റ് വ്യൂ, ആദ്യത്തെ കാഴ്ചയിൽ. അറ്റ് ദ ഫസ്റ്റ് വ്യൂ എന്നുള്ള മീനിങ് ആണ് നമ്മൾ എന്തിനു കൊടുക്കുന്നത്? പ്രൈമ ഫേഷിക്ക് കൊടുക്കുന്നത്. അറ്റ് ദ ഫസ്റ്റ് വ്യൂ, ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ. അതാണ് പ്രൈമ ഫേഷി. നെക്സ്റ്റ് പാനോരമ. അതും നിങ്ങൾ കണ്ടിട്ടുണ്ട്, പാനോരമ എന്നുള്ള വേർഡ്. എവിടെയാണ് നിങ്ങളത് കണ്ടിട്ടുള്ളത്? മൊബൈലിലാണ് അല്ലേ. മൊബൈലിലെ ക്യാമറയുടെ സെറ്റിംഗ്സിൽ പാനോറമ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ററപ്ഷൻ ഒന്നും കൂടാതെ വൈഡ് ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ. അതിനെയാണ് നമ്മൾ പാനോരമ എന്ന് പറയുന്നത്. സെയിം മീനിങ് ആണ്, വൈഡ് സൈറ്റ് വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ. തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വൈഡ് വ്യൂവിൽ കാണാൻ സാധിക്കുക. അതിനെയാണ് നമ്മൾ പാനോരമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വോക്സ് പോപ്പുലായി. എന്താണ്? വോക്സ് പോപ്പുലായി. വോക്സ് പോപ്പുലായി എന്ന് പറയുമ്പോൾ, പോപ്പുലായി എന്ന് പറയുമ്പോൾ തന്നെ പോപ്പുലാർ എന്ന് പറഞ്ഞാൽ വോയിസ് ഓഫ് ദ പീപ്പിൾ, പൊതുജനാഭിപ്രായം, പോപ്പുലാർ ഒപ്പീനിയൻ, ഏറ്റവും കൂടുതലായിട്ട് വരുന്ന അഭിപ്രായം. അതിനെയാണ് നമ്മൾ വോക്സ് പോപ്പുലായി എന്ന് പറയുന്നത്. വോയിസ് ഓഫ് ദ പീപ്പിൾ, കോമൺ പീപ്പിളിന്റെ അഭിപ്രായം. അതിനെയാണ് വോക്സ് പോപ്പുലായി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റസ് കോ. ഏതാണ്? സ്റ്റേറ്റസ് കോ.
വാട്ട് ഈസ് ദ സ്റ്റേറ്റസ് നൗ? ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. അത് തന്നെയാണ് ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. പ്രസന്റിലുള്ള കണ്ടീഷൻ എന്താണോ അതിനെ നമ്മൾ പറയുന്ന ഫോറിൻ വേർഡാണ് സ്റ്റേറ്റസ് കോ എന്നുള്ളത്, ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. നെക്സ്റ്റ് കാപ്പേഡിയം. കാപ്പേഡിയം എന്ന് പറഞ്ഞാൽ എൻജോയ് ദ പ്രസന്റ് ഡേ. ഇന്നത്തെ ദിവസം ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. അപ്പൊ നമുക്ക് രാവിലെ ഒരാളോട് ആശംസിക്കാവുന്ന ഒരു കാര്യമാണ് കാപ്പേഡിയം. ഒരാൾ കോളേജിലേക്ക് പോകുന്നു, ഒരാൾ ജോലിക്ക് പോകുന്നു, നമുക്ക് അവരെ എന്ത് ചെയ്യാം, വിഷ് ചെയ്ത് വിടാം. കാപ്പേഡിയം, എൻജോയ് ദ പ്രസന്റ് ഡേ. ദെൻ അടുത്തതാണ് ഫെലോഡിസെ. ഫെലോഡിസെ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ, സൂയിസൈഡ് എന്നുള്ള മീനിങ് ആണ് ഫെലോഡിസെ. ഫെലോഡിസെ. സോ നമ്മൾ കണ്ടത് വളരെ കുറച്ചാണ്, വളരെ കോമൺ ആയിട്ടുള്ള, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ഫോറിൻ വേർഡ്സിനെ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇതേപോലെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ഇവിടെ നമുക്ക് എന്ത് പറയാം, കാപ്പേഡിയം, എൻജോയ് ദ പ്രസന്റ് ഡേ. സോ താങ്ക് യു ഓൾ, ബൈ.